ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കേരള സ്റ്റൈൽ കുക്കിംഗ് ആണല്ലോ. അപ്പോൾ കേരളയിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ്. അത് ഒത്തിരി അരിപ്പൊടി കൊണ്ടോ മൈദ കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ എല്ലാം ഉണ്ടാക്കാം, റവ വെച്ചും ഉണ്ടാക്കാം. അപ്പം ഇന്ന് അതാണ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം ഞാൻ ആദ്യം 2 പഴമാണ് എടുക്കുന്നത്. ബനാന കൊണ്ട് ഒത്തിരി റെസിപ്പി ഞാൻ ഇതിനു മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ 3 ബനാന എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഏലക്കായും പഞ്ചസാരയുമാണ് ഇടുന്നത്. ശർക്കര ഇടുന്നതാണ് ടേസ്റ്റ്. ശർക്കര ഇട്ട പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. പഞ്ചസാരയെക്കാളും ശർക്കരയാണ് നല്ലത്. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സിയിൽ അരച്ച് വെച്ച് അതിൻ്റെ കൂടെ ഞാൻ മൈദയല്ല ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി ചേർത്താണ് ശരിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അരിപ്പൊടിയും ശർക്കരയുമാണ്. ഞാനിപ്പോൾ ഇന്ന് പഴം ഉണ്ടായിരുന്നതുകൊണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഞ്ചസാര ഞാൻ ഒരു പേരിന് ഒരു ശകലമേ ചേർത്തിട്ടുള്ളൂ, അധികം ഒന്നും ഇട്ടിട്ടില്ല. മാവ് നമ്മൾ ഇച്ചിരി കൂടെ ലിക്വിഡ് ആക്കാം. ഇത് ഒത്തിരി കുറുകിയ ആണെങ്കിൽ ഇച്ചിരി പാല് ചേർത്ത് ലിക്വിഡ് ആക്കിയാൽ മതി. എന്നിട്ട് ഒരു ഉണ്ണിയപ്പ പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നെയ്യിനകത്ത് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഉള്ളൂ. ഇത് നിറച്ച് മുങ്ങുന്നത് പോലെ ആദ്യം ഒഴിച്ചാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ എണ്ണ കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒഴിക്കുന്നതേ ഉള്ളൂ. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ ഓരോരോ സ്പൂൺ ഒഴിച്ചാൽ മതിയായിരിക്കും. മാവ് ഒത്തിരി കട്ടിയായിരുന്നതുകൊണ്ട് ഞാൻ 2 സ്പൂൺ പാൽ ചേർത്തിട്ടാണ് അത്രയും ആക്കിയത്. അപ്പം ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തതുകൊണ്ട് ഇച്ചിരി കൂടുതലാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ എണ്ണ അധികം കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും തിക്കായിട്ട് എടുത്തത്. അല്ലെങ്കിൽ ഒത്തിരി എണ്ണമയം കാണും. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തിക്കായിട്ട് മാവെടുത്തത്. അപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമ്മളത് തിരിച്ച് കൊടുക്കണം. മാവ് ഒഴിച്ച് കഴിഞ്ഞ് തീ സിമ്മി ഇട്ട് വെച്ചാൽ മതി. നമ്മൾ മാവ് ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ പൊങ്ങി വരുന്നത്. നല്ല സോഫ്റ്റായിട്ട് വേണമെങ്കിൽ ഒരു ശകലം ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്താലും നല്ല ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പഴമാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയും പഞ്ചസാരയും കൂടെ ആയതുകൊണ്ടാണ് ഇച്ചിരി പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നത്. അതൊക്കെ മൈൻഡ് ചെയ്യണ്ട. പഴം ഇങ്ങനെ ഒത്തിരി പഴുത്ത് പോയി തൊളിയൊക്കെ കറുത്ത് പോയെങ്കിൽ ഇങ്ങനെ ഉണ്ണിയപ്പമോ ബോണ്ട അങ്ങനത്തേതൊക്കെ നമുക്ക് വീട്ടിൽ 4 മണിക്ക് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പെട്ടെന്ന് ഒരു 4 മണി സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ മാവ് കുഴച്ച് വെച്ചു. വൈകുന്നേരം ഒരു 4:30 ആയപ്പോൾ ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഹെൽത്തി ആയിട്ടും വേണം. പിന്നെ നമ്മൾ സാധനങ്ങൾ വേസ്റ്റ് ആക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞ് ബാക്കി ഇരിക്കുന്ന മാവും കൂടെ ഞാൻ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുമ്പം എണ്ണ കുറച്ച് മതി. എന്നാലും ടേസ്റ്റ് ഇതുപോലത്തെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ മാങ്ങ കൊണ്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. തീർച്ചയായിട്ടും കാണണം. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. നമ്മൾ ഹെൽത്തിയും കൂടെയാണ്. ഇതിനകത്ത് പാലുണ്ട്, പഴമുണ്ട്, പിന്നെ മൈദ അല്ല ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം, അതും ഹെൽത്തിയാണ്. അപ്പം നെയ്യ് താല്പര്യമുള്ളവർക്ക് നെയ്യ് ചേർക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.